നമസ്കാരം. വളരെ വളരെ സീരിയസ് ആയിട്ട് റഹീമിക്ക കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവരും ചിരി അടക്കി പിടിച്ചോണം കേട്ടല്ലോ. അഥവാ ഇനി അടക്കി പിടിച്ച ചിരി ഉച്ചിയിൽ കയറി ഉളുക്കി പിടിച്ചാലും ആരും ചിരിച്ചേക്കരുതേ. കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. കോൺഗ്രസിന്റെ പ്രശ്നം പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നം എന്ത് ശൂന്യതയാണിക്ക? അത് കണ്ടുപിടിച്ചോ? പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിൽ നമ്മളെല്ലാവരും അഗ്രഗണ്യരാണ്. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ റഹീമിക്കയോട് ചോദിച്ചാൽ മതി. പക്ഷെ സ്വന്തം തരി ഈ അവസ്ഥയിൽ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ഇക്കായ്ക്ക് യാതൊരു ഐഡിയയുമില്ല. അത് സംഘപരിവാറും ഇതും തമ്മിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും അതിങ്ങനെ വരാം എന്നതാണ് ഏറ്റവും പ്രധാനം. സംഘപരിവാരവുമായിട്ട് അത് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് അങ്ങനെ ആകാം എന്നതാണ് അതിൻ്റെ ഒരു ഇത് എന്നാണ് ഇക്കയുടെ ഒരു ഇത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? അതാണ് റഹീമിക്ക. പുള്ളി പറഞ്ഞത് എന്താണെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ പുള്ളി പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വേറെ ആരെങ്കിലും കേൾപ്പിച്ചിട്ട് അവർ പുള്ളിക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഗാന്ധിയെ മറന്ന, നെഹ്റുവിനെ മറന്ന കോൺഗ്രസ് ഇപ്പോൾ സവർക്കറിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോട്ടേക്ക. കോൺഗ്രസ്സുകാർ നെഹ്റുവിനെയും ഗാന്ധിജിയൊക്കെ മറന്നാൽ എന്താ? നിങ്ങൾക്ക് നല്ല ഓർമ്മയില്ലേ? നിങ്ങൾ ആ ആദർശങ്ങൾ പിന്തുടരുകയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അല്ല, കോൺഗ്രസ്സുകാർ പോലും മറന്ന ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ അടിക്കടിക്ക് ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. പിന്നെന്താ പറഞ്ഞേ? അവര് സവർക്കറിൽ അഭയം പ്രാപിച്ചു എന്ന് അല്ലേ? അതും ക്ഷമിച്ചു കള. അവർക്ക് അഭയം പ്രാപിക്കാൻ സ്വന്തമായിട്ട് പിണറായി വിജയനെ പോലുള്ള പ്രത്യേക നവകേരള മോഡൽ വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കിട്ടുന്നതിൽ അഭയം പ്രാപിച്ചോട്ടെ. കേരളത്തിൽ അത് സാധിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുള്ളത് കൊണ്ടാണ്. അരുത്. ചിരിക്കണം എന്ന് തോന്നും, ചിരിക്കരുത്. സീരിയസ് ആണ്. കണ്ണട കണ്ടല്ലോ എല്ലാവരും. കേരളത്തെ പിടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷമാണ്. കേരളം എന്ന് ഒതുക്കിയതിൽ എനിക്ക് അല്പം പ്രതിഷേധമുണ്ട് റഹീമിക്ക. ഇന്ത്യ എന്ന് പറയണമായിരുന്നു. ഇന്ത്യയുടെ ബലം, ഇന്ത്യയുടെ നട്ടെല്ല്, ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ കണ്ണടയുടെ ഒരു കാലിൽ പിടിച്ച് ഒന്ന് കുലുക്കുക കൂടി ചെയ്താൽ പെർഫെക്റ്റ്. MP ഗോവിന്ദന് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് പിന്നെ വേറെ ഉത്തരമില്ല. ഈ 50-ാം വയസ്സിലും പാർട്ടിയുടെ യുവസംഘടനയുടെ ദേശീയ തലവനായിരിക്കുന്ന റഹീമിക്ക തന്നെ പ്രസ്ഥാനത്തിന്റെ ഭാവി താത്വികാചാര്യൻ. കേരളത്തിൽ ഇടതുപക്ഷം കരുത്തില്ലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ മാത്രമുള്ള ഇടതുപക്ഷത്തിന് കരുത്തില്ലായിരുന്നുവെങ്കിൽ എന്നുപോലും പറയാനുള്ള സാഹചര്യം നിലവിലില്ല. പോട്ടെ, കരുത്ത് കാണിച്ച് 35-ലെത്തി. അതിനും താഴേക്ക് എത്താനുള്ള കരുത്ത് കാട്ടൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മയത്തിനൊക്കെ കാട്ടണേക്ക. ആരോ പറഞ്ഞതുപോലെ മുണ്ടും ഷർട്ടും ഇട്ടാൽ സംസ്ഥാനം, പാൻറ്റും ഷർട്ടും ഇട്ടാൽ കേന്ദ്രം. അതാണ് നമ്മുടെ തരിയുടെ അവസ്ഥ. എങ്കിലും അധരവ്യായാമം നടത്തുന്ന സമയത്ത് ഇത്തരം അതീവ ശ്രദ്ധയോടെയുള്ള അബദ്ധ വർണ്ണനകൾ നിങ്ങൾക്കൊരു അലങ്കാരം തന്നെയാണ്. ചോദ്യം ചെയ്യാനുള്ളൊരു ശക്തിയായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയല്ല, ചോദ്യചിഹ്നമായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയുമല്ല, ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ തള്ളേ, ഇത് ഇല്ലാതായിരുന്നെങ്കിൽ. അയ്യോ അല്ല, ടോൺ മാറിപ്പോയതാ. ഇടയ്ക്ക് അറിയാതെ മനസാക്ഷിയുടെ ടോൺ കയറി വന്നു. ബാക്കി പറ. കർണാടക പോലെ, ഹിമാചൽ പോലെ, തെലുങ്കാന പോലെ, ബംഗാൾ പോലെ, ത്രിപുര പോലെ കേരളത്തിലും ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ. വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ എന്നോ? അപ്പോൾ വന്ദേമാതരം ഒരു ഗാനമല്ലേ ഇക്ക? അതൊരു ആചാരമാക്കിയോ? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കുന്നത് കൊണ്ട് ഞങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരണേ. അപ്പോൾ പറഞ്ഞു വന്നത് വന്ദേമാതരം ആചരിച്ച കാര്യം. ഭാരതം എന്ന വികാരമുള്ള ആളുകളാണിക്ക വന്ദേമാതരവും ദേശീയഗാനവും ഒക്കെ ആചരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്തോന്നാന്ന് മനസ്സിലായില്ല. വേണ്ടി വന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീ VD സതീശൻ ഗണഗീതവും ഒന്ന് പാടിയനെ. ഗണഗീതമോ? അതെന്നാത്ത ചാതനക്ക? നിങ്ങൾ വെറുതെ കണ്ണടയൊക്കെ വെച്ച് വന്ന് നിന്ന് ഞങ്ങളെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിരിപ്പിക്കല്ലേ. പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. എന്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം ഒരിക്കൽ കൂടി ഉണ്ടായിക്കൂടാ എന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് ഇലക്ഷന് വോട്ടിങ്ങിലൂടെ മറുപടി തന്ന മലയാളികളോട് തന്നെ ഈ ഡയലോഗ് അടിക്കണം. അടാറ് കോമഡി ആയിട്ടുണ്ട്. വന്ദേമാതരം ഇവിടെ ആലപിക്കാതിരുന്നത് ഇടതുപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ച് നാടിനെ ഇല്ലാതാക്കി കളഞ്ഞേനെ കുറെ ദുഷ്ടശക്തികൾ എന്നൊക്കെയാണ് ഇക്ക സീരിയസ് ആയിട്ട് പറഞ്ഞു വരുന്നത്.
പൊന്നു മനുഷ്യ, വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമാണ്, ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ്. ഇതൊക്കെ ഇവിടെ പാടിയെന്ന് കരുതി നാട് മുടിയാനൊന്നും പോകുന്നില്ല, ഇവിടെ ബോംബ് പൊട്ടാനൊന്നും പോകുന്നില്ല. പാട്ടിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാ അയ്യപ്പന് വേണ്ടി 2 വരി പറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. മുടിയാൻ ഇനി വല്ലതും ബാക്കിയുണ്ടോ? കല്ലും മുള്ളും കാലിക്കുത്ത നോക്കിയും കണ്ടുമൊക്കെ ആലപിക്കുന്ന മുതലുകൾ. കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭൂതകാലം എന്താണ്? ആഹാ, ആ പരിപാടിയും കയ്യിലുണ്ടോ? എന്തൊക്കെ കഴിവുകളാ കയ്യിലിരിക്കുന്നത്. ഭൂതം ഭാവി വർത്തമാനം കൈനോക്കി പറയാം, കൈരേഖ നോക്കി പറയാം. VD സതീശന്റെ ഭൂതകാലം ഞങ്ങൾക്കറിയില്ലിക്ക. ഇക്ക ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നേ. കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, പറ. സവർക്കറെ പോയി വഴങ്ങിയതാണ് ഭൂതകാലം. ഛേ, നശിപ്പിച്ച്. ഇത് പറയാനായിരുന്നു ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തത്. ഇതിനേക്കാൾ ഭേദം VD സതീശന്റെ ഭൂതകാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതാണ് എന്ന് പറയുന്നതായിരുന്നല്ലോ. അതുകൊണ്ടാണ് പിന്നെ കേരളത്തിൽ ആ കാർഡ് ഇറക്കിയാൽ ചിലവാകില്ല. കേരളത്തിലെ ഇടത് മതേതര ബോധം ശക്തമാണ്. ഇടതിന്റെ മതേതര ബോധമോ മതമില്ല എന്ന ബോധമോ, അതോ ജാതിയും മതവും മാത്രമല്ല ദൈവങ്ങളും ഇല്ല എന്ന ബോധമോ, അതോ ദൈവങ്ങളില്ലെങ്കിലും ദൈവത്തിന് സമ്പത്തുണ്ട് എന്ന ബോധമോ, അതോ ദൈവത്തിന്റെ സമ്പത്ത് ഇടതിന്റെ സമ്പത്ത് എന്ന ബോധമോ? കൂടുതൽ പറഞ്ഞ് ബോധം കെടണ്ട, നിർത്തിക്കോ. അതിൽ ഇടതുപക്ഷത്തിന് വലിയ ചോദ്യം ചെയ്യൽ ശക്തിയുണ്ട്. ഇടതുപക്ഷം കരുത്താണ്. സമ്മതിക്കത്തില്ല. വാക്ക് ഓഫ് ദ ഡേ കരുത്താണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഇപ്പോൾ 14ാമത്തെ പ്രാവശ്യമോ മറ്റോ ആണ് ഈ 1.5 മിനിറ്റിനകത്ത് കരുത്താണ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ സമ്മതിച്ചിക്ക, പണ്ടത്തേനേക്കാളൊക്കെ നല്ല കരുത്തിപ്പോൾ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട, ചിരിയും പുച്ഛവും ഒക്കെ ഒന്നിച്ചു വരുന്നു. അതാ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രൗസർ പുറത്ത് കാണിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആർഷയുടെ കാര്യം ഓർമ്മ വന്നത്. അങ്ങേരെ ഇപ്പൊ കാണാനില്ലല്ലോ ഇക്ക, എല്ലാരും കൂടെ ഒതുക്കിയോ? ട്രൗസർ കാണിച്ചും കാണിക്കാതെയും ഷഡ്ജരഹിത ഷോ നടത്തി. പുള്ളിക്കാരൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ ചെറുതായിട്ട് കാണരുത് കേട്ടോ, നാട്ടുകാർ വലുതായിട്ടൊന്ന് കണ്ടതാ. ഏതായാലും ഇക്ക പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മസംതൃപ്തിയോടെ കണ്ണടയുടെ കാലിനെ ഒന്നും കൂടെ ആഞ്ഞു പിടിച്ച് കുലുക്കിയിട്ട് നേരെ LKG സെന്ററിലേക്ക് വിട്ടോ. അടുത്ത ക്യാപ്സ്യൂളുകൾ റെഡി ആയിട്ടുണ്ടാവും. ചെല്ല്.